ചേട്ടാ, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തി കയറി വരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് അയാളൊരു കാര്യം പറയുന്നു. അത് കേട്ട് പോലീസുകാരൊന്നടങ്കം ഞെട്ടി. ഇയാൾ പറയുന്നത് 39 വർഷങ്ങൾക്ക് മുൻപ് 1986 താനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. തനിക്കപ്പോൾ ഒരു 14 വയസ്സ് പ്രായമുള്ളപ്പോൾ താൻ ജോലിക്ക് നിന്ന സ്ഥലത്ത് വെച്ച് ഒരാളെ തോട്ടിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 39 വർഷങ്ങൾക്ക് ശേഷം ഇയാളിത് പോലീസിൽ വന്ന് പറയാനുള്ള കാരണം ഇയാളുടെ മൂത്ത മകൻ ഒരു അപകടത്തിൽ മരണപ്പെടുന്നു, രണ്ടാമത്തെ മകന് ഒരു അപകടം സംഭവിക്കുന്നു. അങ്ങനെ ഉറക്കമില്ല, വളരെ ഡിപ്രഷനിലൂടെയാണ് ഇയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിവരം പോലീസിൽ വന്ന് പറയുന്നത്. എന്തായാലും പോലീസിനിപ്പോൾ ഈ 36 വർഷം മുൻപ് നടന്ന ആ ഒരു കൊലപാതകത്തിൽ മരണപ്പെട്ടതാരെന്ന് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഏതാനും പത്രവാർത്തകൾ മാത്രമാണ്, അല്ലെങ്കിൽ RDO രേഖകൾ മാത്രമാണ് പോലീസിൻ്റെ കൈവശമുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ കേസിൻ്റെ ഒരു ഇത് ജൂൺ 5-ാം തീയതിയാണ്. ജൂൺ 5-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു മനുഷ്യൻ മലപ്പുറത്തെ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ചെന്നു. വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ചെന്ന അയാളെ സ്വയം പരിചയപ്പെടുത്തുന്നു. അയാൾ മുഹമ്മദ് അലി എന്നാണ് അയാളുടെ പേര്. മുൻപൊക്കെ ഈ കൂലി തൊഴിലൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇവർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഒരാളെ കൊലപ്പെടുത്തി. അവിടെ കൂടരഞ്ഞി മിഷൻ ഹോസ്പിറ്റലിന് പുറകുവശത്ത് അവിടുത്തെ തോട്ടിൽ 1986 നവംബർ മാസം മരണപ്പെട്ട് കിടന്ന മനുഷ്യൻ മരിക്കാനുള്ള കാരണം താനാണ്. താൻ അയാളെ തോട്ടിലേക്ക് ചവിട്ടിയിടുകയായിരുന്നു എന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ഇതിൻ്റെ കാരണം അവിടെ ദേവസ്യ എന്ന് പറയുന്ന ഒരാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുകയായിരുന്നു അന്നേ ദിവസം ഈ മുഹമ്മദ് അലി. അന്നേ അയാൾക്ക് 14 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ അവിടേക്ക് വരികയും അയാൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും, 14 വയസ്സ് മാത്രം പ്രായമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് നേരെ താഴോട്ടാണ് ഈ കൈത്തോടുള്ളത്, ചെറിയ തോടാണ്. ആ തോട്ടിലേക്ക് താൻ ഇയാളെ ചവിട്ടിയിട്ട ശേഷം താൻ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് താൻ അറിയുന്നത് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി എന്ന്. മരണപ്പെട്ടു പോയ അയാളെ സംബന്ധിച്ച് നാട്ടുകാരന്ന് പോലീസിനോട് പറഞ്ഞത് ഈ മനുഷ്യന് അപസ്മാരമുണ്ടായിരുന്നു, അപസ്മാരം മൂലമാണ് ഈ മനുഷ്യൻ തോട്ടിൽ വീണ് മരിച്ചതെന്നാണ്. അങ്ങനെ ദിവസങ്ങളോളം പോലീസ് ഇയാളുടെ ബോഡി സൂക്ഷിക്കുന്നു. അത് സംബന്ധിച്ചൊരു വാർത്ത ഡിസംബർ മാസം 5-ാം തീയതി 5-ാം തീയതി ഒരു വാർത്ത കൊടുക്കുന്നു. ഡിസംബർ മാസം 5-ാം തീയതിയാണ് അത് സംബന്ധിച്ചൊരു വാർത്ത 1986 ഡിസംബർ 5-ന് മലയാള മനോരമയിൽ വരുന്നു. മലയാള മനോരമയിൽ വരുന്ന ആ വാർത്ത ഒരു ചെറിയ കോളം വാർത്തയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അജ്ഞാത മൃതശരീരമെന്നാണ്. കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിറകിൽ കൈത്തോട്ടിൽ അജ്ഞാത മൃതശരീരം കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ് വാർത്ത. പക്ഷേ അന്നത്തെ കാലത്ത് ഈ പത്രത്തിൽ വന്ന വാർത്ത സംബന്ധിച്ച് വാർത്തയിൽ ആരും തന്നെ ഫോട്ടോ നൽകിയിരുന്നില്ല. ഫോട്ടോ നൽകാത്തത് കൊണ്ട് തന്നെ ആരും ഇദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കയ്യിലുള്ളതാണ് മനോരമയുടെ ഡിസംബർ 5-ലെ ഒരു പത്രത്താൾ. അത് മനോരമയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കിട്ടിയതായിരിക്കും. മനോരമയും മാതൃഭൂമിയും അവരുടെ എല്ലാ കാലത്തെയും പത്രം സൂക്ഷിച്ചു വെക്കും. കാലങ്ങളോളമുള്ള പത്രം അവരുടെ പക്കലുണ്ട്. പഴയ അച്ചടി മിഷൻ വരെ സൂക്ഷിച്ചു വെക്കുന്നവരാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ. മറ്റുള്ള പത്രങ്ങൾ എന്ത് കാര്യം എനിക്കറിയില്ല. ഈ 2 പത്രങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് ഇവർക്ക് ഈ കോപ്പി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എത്തിയത് വേങ്ങര പോലീസ് സ്റ്റേഷനിലാണ്. വേങ്ങര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയല്ല ഈ സ്ഥലം. ഈ സ്ഥലം എന്ന് പറയുന്നത് തിരുവമ്പാടി പോലീസിൻ്റെ പരിധിയാണ്. തിരുവമ്പാടി പോലീസിലേക്ക് ഈ വേങ്ങര പോലീസ് ഇദ്ദേഹത്തെ ജൂൺ 5-ന് ശേഷം കൈമാറി. ജൂൺ 5-ന് ശേഷം കൈമാറിയപ്പോൾ മുഹമ്മദ് അലിയെയും കൊണ്ട് പോലീസ് നേരെ പോകുന്നത് കൂടരഞ്ഞിയിലെ ഈ കൈത്തോട്ടിൽ. അവിടെ ചെന്നപ്പോൾ കൃത്യമായി കാണിച്ചു കൊടുത്തു ഈ ഭാഗത്താണ് താൻ ഇദ്ദേഹത്തെ ചവിട്ടിയിട്ടതെന്ന്. അതിന് മുകളിൽ അന്വേഷിച്ച പോലീസ് ആ പറമ്പ്, ഇയാൾ ജോലി ചെയ്തു എന്ന് പറയുന്ന പറമ്പിൻ്റെ ഉടമ ദേവസ്യ എന്ന ആളായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ആളുകളുടെ സ്ഥലത്തെ പഴയ ആളുകളെയും വാർഡ് മെമ്പറെയും ഒക്കെ വിളിച്ച് മൊഴിയെടുത്തപ്പോൾ 1986 അങ്ങനെ ഒരു മൃതശരീരം അവിടെ കിടന്നിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു. തുടർന്നാണ് ഈ മരണം പോലീസ് ഉറപ്പിക്കുന്നത്. അന്ന് അപസ്മാരമായിരുന്നു എന്ന് പറഞ്ഞ്
പോലീസ് ദീർഘകാലം കയ്യിൽ വെക്കുകയും അതിനുശേഷം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മരിച്ച ആരാണെന്ന് അന്നും പോലീസിന് അറിയില്ല, ഇന്നും പോലീസിന് ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ പോലീസ് ചെയ്യാൻ പോകുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇയാളുടെ കുറ്റബോധമെന്നാണ് പറയുന്നത്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കാരണം 14-ാമത്തെ വയസ്സിൽ താൻ ചെയ്ത കൊലപാതകത്തിൻ്റെ പ്രത്യാഘാതമാണ് എന്നാണ് മുഹമ്മദ് അലി വിശ്വസിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അപ്പോൾ തിരുവമ്പാടി പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മൂത്ത മകൻ മരണപ്പെട്ടു, ഇളയ മകന് അപകടം സംഭവിച്ചു, ദീർഘകാലമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലിയുടെ മാനസിക വിഷമത്തിൽ മാറ്റമുണ്ടായി. പക്ഷേ പോലീസിന് ബത്തപ്പാടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുമായി ബന്ധപ്പെട്ട് SP-യുടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ SHO കെ പ്രജീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ രൂപീകരിച്ച് അവർ ഈ മരണപ്പെട്ട ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടാനായിട്ട് RDO ഓഫീസിലെ രേഖകളിൽ അന്നത്തെ രേഖകൾ ഇന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച ഫോട്ടോയോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. 36 വർഷങ്ങൾക്ക് മുൻപാണ്. 36 വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങൾ ചിലപ്പോൾ RDO ഓഫീസിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും RDO ഓഫീസിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ ഓഫീസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പുതുക്കി പണിയുന്നതൊക്കെ സമയത്ത് പഴയ ഫയലുകളൊക്കെ തന്നെ നീക്കം ചെയ്യാറുണ്ട്. എല്ലാ ഫയലുകളൊന്നും കാലാവധി ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഭാരിച്ച രേഖകളാണല്ലോ. അപ്പോൾ അത് ചില ഓഫീസുകളിൽ സൂക്ഷിക്കും, ചിലത് അവിടെ നിന്നും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യാം, മാറ്റം ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്രയും അധികം കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു ഫയൽ കണ്ടെത്തുക, ആ ഫയലിനകത്ത് ഇത് മരിച്ച ആരാണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിന് മറ്റൊരു വഴിയുണ്ട്. ഏതെങ്കിലും പത്രത്താളിൽ ഈ മനുഷ്യൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. പിന്നെ അന്ന് ജോലി ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സാധിച്ചാലും അവരുടെ ഓർമ്മയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിവരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർ പോലീസ് എന്തായാലും കൊണ്ടുപോയി അങ്ങനെ എളുപ്പം അങ്ങനെ കുഴിച്ചിടുന്നതൊക്കെ ചില ഘട്ടങ്ങളിൽ കുഴിച്ചിടും. ചിലപ്പോഴൊക്കെ പോലീസ് ആ മൃതശരീരം കത്തിച്ച് കളയുകയാണ്. ഈ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷനിലെ വേണ്ടപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ അവരുടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ് പതിവ്. ഈ അജ്ഞാത മൃതശരീരമൊക്കെ ഇഷ്ടം പോലെ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ കിട്ടാറുണ്ടായിരുന്നു, ധാരാളമായി കിട്ടാറുണ്ടായിരുന്നു. അന്നൊന്നും ഈ പറയുന്ന പോലെ പലരും ഇന്നത്തെ പോലെ ഡിജിറ്റൽ മീഡിയ ഒന്നും വളരെ ഇതല്ലാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്, വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഡിജിറ്റൽ മീഡിയയിലേക്ക് ആരെങ്കിലും ഒരു മരണപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ആളെ കണ്ടെത്താൻ സാധിക്കും. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീണു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് അപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. അപ്പോൾ പോലീസ് ജീപ്പ് വന്നു. ആ പോലീസ് ജീപ്പിൽ ഞാൻ അദ്ദേഹത്തെ കയറ്റി. ഞാനും ഒരു ചെറുപ്പക്കാരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനോട് ഞങ്ങൾ രണ്ടുകൂടെ അവിടുത്തെ ഒരു ആശുപത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. നിമിഷ നേരം നമ്മൾ ഇതുപോലെ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ അവരുടെ ആളുകൾ ഓടിയെത്തി. ഇത്തിരി പ്രായമുള്ള മനുഷ്യനായിരുന്നു, കുഴഞ്ഞു വീണതാണ്. ഒരു ലോട്ടറി ഏജൻ്റായിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. അന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആരെയും ഇങ്ങനെ സംഭവം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പോലീസ് പക്ഷേ ഇതിൽ നന്നായി പണിയെടുക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആൾ കൊലപാതകം ഏറ്റുപറഞ്ഞ് വന്നിരിക്കുകയാണ്, അയാളെ റിമാൻഡ് ചെയ്തു പോലീസ്. അയാളെ പോലീസ് കൊണ്ടുപോയി. ഈ 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചെയ്തൊരു കൊലപാതകമാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അതുകൊണ്ട് ഇത് ജുവനൈൽ കോടതിയിലേ ഇത് വരത്തുള്ളൂ. 14 വയസ്സുള്ള പ്രായത്തിൽ ചെയ്ത കൊലപാതകം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രായം വിലയിരുത്തേണ്ടി വരും. പ്രതി പറയുന്നു എനിക്കന്ന് 14 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിലയിരുത്താൻ പറ്റില്ലല്ലോ. 56 വയസ്സുണ്ടെന്നാണ്. ഇപ്പോൾ 56 വയസ്സെന്ന് പറയുന്നതല്ലേ. ഇദ്ദേഹത്തിൻ്റെ രേഖകൾ ഇനി എടുത്ത് നോക്കണം. രേഖകൾ എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഇത് ഏത് പ്രായമായിരുന്നു, ഇദ്ദേഹത്തിന് ആ സമയത്ത് എത്ര വയസ്സായിരുന്നു എന്നൊക്കെ. അതാദ്യം പോലീസ് കണ്ടെത്തണം. അത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതി പറയുന്നു എനിക്ക് 14 വയസ്സായിരുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അത് വെച്ചിട്ട് രേഖ തയ്യാറാക്കാൻ പറ്റില്ലല്ലോ. വേണ്ടപ്പെട്ട രേഖകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രായം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഞെട്ടിപ്പോവും. പോലീസ് ഇങ്ങനെയുള്ള ക്രൈം ഉണ്ടാകുമ്പോൾ ഞെട്ടിപ്പോവും. ചില സമയങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ഒരു ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് ചിലർ കയറി വന്നു കളയും. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മുടെ അഫാൻ അവിടെ നിന്നും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ ചെന്ന് കയറിയാണ് പറഞ്ഞത് ഞാൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി, 6 പേരെ കൊലപ്പെടുത്തി ചെന്ന് പറഞ്ഞത്. അപ്പോൾ പോലീസ് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പോലീസിന് ആദ്യം വിശ്വാസമായില്ല, ഇത്രയധികം പേരെ കൊന്നെന്നും പറഞ്ഞ ഒരാൾ വന്നിരിക്കുന്നു.
അപ്പോൾ പോലീസ് അന്തം വിട്ടുപോയി. പിന്നെ പോലീസ് ഓരോ സ്ഥലങ്ങളിലും വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത് പല സ്റ്റേഷനിലും സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരാളെയൊക്കെ കൊന്നിട്ട് കയറി ചെന്ന് കളയും. ചിലരുണ്ട് ഭാര്യയെ കൊന്നിട്ട് നിന്ന് കീഴടങ്ങും. ഭാര്യയെ ഒരാൾ കത്തിച്ച് കളഞ്ഞു ശേഷം ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പിന്നെ കാറിന് അകത്തിട്ടാണ് കത്തിച്ചത്. ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ടായിരുന്നു എന്ന് ഇയാൾ വിശ്വസിച്ചു. അങ്ങനെ ഭാര്യ ഇയാളെ ചതിച്ചു എന്നുള്ളതിൻ്റെ ധാരണയിൽ ഇയാൾ പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഇയാൾ ഭാര്യയും കത്തിച്ചു. ഇയാൾക്കും കുറച്ച് പൊള്ളലേറ്റ ശേഷം ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. ഇങ്ങനെയുള്ള ഘട്ടമെത്തുമ്പോൾ പോലീസും ഞെട്ടിപ്പോയി. ഏതായാലും തിരുവമ്പാടി പോലീസിന് കാര്യമായി, ഞാൻ പറഞ്ഞല്ലോ, വളരെ കാര്യമായി അതിനകത്ത് പണിയെടുക്കേണ്ടി വരും. കാര്യം ഇനിയിപ്പോൾ വരുമ്പോൾ സാട്ട അടക്കുന്ന സമയത്തെല്ലാം ജില്ലാ പോലീസ് മേധാവിയുടെ ചോദ്യം ഇത് സംബന്ധിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഈ കേസിലുള്ള അപ്ഡേഷൻ എന്തായിരുന്നു, എത്ര കാലം ഇതൊന്നും ആയിട്ടില്ല, അന്വേഷിക്കുകയാണെന്ന് അവർ പറയും. അന്ന് ഈ കേസ് ഒരു ഇതിലെത്താതെ പോയത് ഇയാൾക്ക് അപസ്മാരം ഉണ്ടായിരുന്നു, അങ്ങനെ തോട്ടിൽ വീണ് മരിച്ചു എന്നുള്ളൊരു രീതിയിലാണ് അന്നത്തെ ഈ പറയുന്ന പോലെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് പോലീസ് ആ കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം അത്ര ഡെവലപ്പ് ആയില്ലല്ലോ. സിസ്റ്റം ഡെവലപ്പ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് മരിച്ചതെന്ന് അന്നേ കണ്ടെത്താൻ സാധിക്കും. ഇത് തോട്ടിൽ വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വീഴ്ചയുടെ ആഘാതത്തിൽ തലയോ ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതെങ്കിലും പരിക്കേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മരണം സംഭവിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് മരിക്കാനുള്ള സാധ്യതയുണ്ട്. വീഴ്ചയിൽ ബോധമറ്റു പോവുകയും തുടർന്ന് വെള്ളം കുടിച്ച് മരിക്കുകയും ചെയ്യും. ചിലർ മദ്യപിച്ച് പോകുന്നവരൊക്കെ കാൽ വഴി തോട്ടിൽ വീണ് മരിക്കാറുണ്ട്. തോട്ടിലെ വെള്ളം കണ്ടാൽ നമ്മൾ തന്നെ അന്തപ്പെടുകയും ഇത് എങ്ങനെയാണ് മുങ്ങി മരിച്ചു. പക്ഷേ വീഴ്ചയിൽ ആ മദ്യത്തിൻ്റെ ലഹരിയും കൂടെ കിടക്കുമ്പോഴത്തേക്ക് വെള്ളം ഉള്ളിൽ കയറും. ചേറും വെള്ളവും ഉള്ളിൽ കയറുമ്പോൾ മരണം സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പോലീസ് ഇതിൽ നല്ലപോലെ ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ സാട്ട അടക്കുമ്പം സ്ഥിരമായിട്ട് ചോദിക്കും, സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചോദിക്കും. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഏറ്റവും വലിയ ക്രൈം ആയിരിക്കും ഇപ്പോൾ ഇത്. കാര്യം ഇപ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആയിരിക്കില്ല വളരെ പ്രധാനമായും ചോദിക്കുക, ഈ കേസ് സംബന്ധിച്ചായിരിക്കും. ഈ കേസിൽ അപ്ഡേഷൻ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അഭിമാനക്ഷതമാണ്. കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസ് എഴുതിത്തള്ളിയ ഒരു കേസ് കൊലപാതകമായിരുന്നു എന്ന് പ്രതി തന്നെ വന്നിന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് ഇതിൽ കാര്യമായി അന്വേഷിക്കുക. ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും ഒരു ഗുണമുണ്ടാകും. ഇതിൽ തെളിവ് കണ്ടുപിടിച്ച് ഇത് ആരാണെന്ന് കണ്ടുപിടിച്ചെടുക്കുകയാണെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സർവീസിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. അദ്ദേഹത്തിനെ അനുമോദിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത് മാറും. ഇതുപോലെ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, രേഖാചിത്രം സിനിമയിലെ കഥയിൽ ഇതുപോലെയാണ്. ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, അയാൾക്ക് ഈ ലിവർ സിറോസിസായി മരിക്കാറായി. അപ്പോൾ കുറ്റബോധം ലൈവ് ഇട്ടു. ഒരു മരത്തിൻ്റെ മൂട്ടിൽ വന്നിരുന്ന് ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ഒരാളെ കൊന്നിട്ടിട്ടുണ്ട്, പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെ ഒരു ഓഫീസർ പോകുന്നതും അവസാനം ഒരു യുവതിയുടെ കൊലപാതകം അതിലൂടെ തെളിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഇത്തരം കേസുകൾ വന്ന് കയറാറുണ്ട്. ഏതായാലും പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കും. വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ വരാൻ സാധ്യതയുണ്ട്. RDOയുടെ ഇതിൽ ഫയലുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ എളുപ്പം സാധിക്കും. അതിനപ്പുറം വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവില്ല, ബാക്കിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. 36 വർഷങ്ങളായാലും കത്തിച്ച് കളയാനായിരിക്കും സാധ്യത. അത് സൂക്ഷിച്ചു വെക്കാൻ സാധ്യതയൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് ബന്ധുക്കൾ ആരെങ്കിലും വന്ന് പറഞ്ഞാലും DNA വേണ്ടേ? ഞങ്ങളുടെ ഇന്ന ആളാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞാലും തെളിയിക്കാൻ DNA വേണം. അതൊക്കെയാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പത്രത്തിൻ്റെ ഓഫീസുകളിൽ തപ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോട്ടോ കിട്ടാൻ സാധ്യതയുണ്ട്. അവരിതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. ഏതെങ്കിലും പത്രത്തിൻ്റെ, മനോരമയിൽ എന്തായാലും ഫോട്ടോ ഇല്ല. മനോരമയിൽ ഒരു കുഞ്ഞുകോളം വാർത്തയാണ് ഇത് സംബന്ധിച്ച് ഉള്ളത്. ബാക്കിയുള്ള ഏതെങ്കിലും പത്രത്തിൻ്റെ ഓഫീസിൽ അന്നത്തെ പത്രത്തിൽ അച്ചടിച്ച് വന്നതിൽ പോലീസ് കൊടുത്തിരിക്കുന്ന അജ്ഞാത മൃതദേഹം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോലീസ് ഫോട്ടോ കൊടുക്കാറുണ്ട്. ആ ഫോട്ടോയിൽ ആളുണ്ടെങ്കിൽ ആരെങ്കിലും വന്നാലായി, വന്നില്ലെങ്കിലായി.